മരണത്തെ വളരെ പോസിറ്റീവായിട്ട്, അതായത് ജീവിതത്തോളം തന്നെ സ്വാഭാവികമായൊരു കാര്യമാണ് മരണം എന്നുള്ള രീതിയിൽ സമീപിക്കുന്ന കുറേ മനുഷ്യർ, അവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ പോലെ മരണം കാത്ത് നിൽക്കുന്നവരാണ്. ഈ ലോകം എത്ര കൈൻഡാണ് എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാക്കിയൊരു പ്രോസസ്സാണ് എൻ്റെ ഓരോ യാത്രയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കഷ്ടകാലത്തിന് നമുക്ക് സംഭവിക്കാനുള്ളൊരു കാര്യം അത് ഇവിടാണെങ്കിലും സംഭവിക്കും, അമേരിക്കയിലാണെങ്കിലും സംഭവിക്കും, നേപ്പാളിലാണെങ്കിലും സംഭവിക്കും, വാരാണസിയിലാണെങ്കിലും സംഭവിക്കും. ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ എനിക്ക് ഉറപ്പാണ് എനിക്കിത് പ്രോപ്പറായിട്ട് വ്യൂസ് കിട്ടും എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം ഇത് മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ക്യാമറ എടുക്കാൻ തോന്നുന്നില്ല. ഇത്രയും ഭക്ഷണത്തെ ക്രിട്ടിസൈസ് ചെയ്ത് കാണുന്ന ആൾക്കാരായതുകൊണ്ടും അളന്നു മുറിച്ചെല്ലാം നോക്കി കഴിക്കുന്ന വ്യക്തികളായതുകൊണ്ടും ഫ്ലേവേഴ്സിന് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടും കൊൽക്കത്തയിലെ ഫുഡ് സീൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇത്രമാത്രം പൊട്ടൻഷ്യലുള്ളൊരു നാട് അതിൻ്റെ പൊട്ടൻഷ്യൽ എത്തിച്ചേരുന്നില്ലല്ലോ ഈ പറഞ്ഞ പ്രജുഡിസുകൾ കാരണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളൊരു നാടാണ് ബീഹാർ. മിസ് വിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം ഗൗരിയുടെ കഥകളിലെ എൻ ഗൗരിയാണ് കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം ചെയ്തു. അപ്പോൾ ഗൗരി, നമ്മളിങ്ങനെ ഒരുപാട് നാളുകളായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. അപ്പോൾ ആ ചാൻസിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ എത്ര ഉള്ളൂ, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്നുള്ളതൊന്നുണ്ടോ ഗൗരിക്ക്? അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോ, പറയാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും ഏതാണ് ആ സ്ഥലം എന്നുള്ളത്. കാര്യം അത്രയധികം ഞാൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേജിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് വാരാണസിയാണ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഇനിയും പോകുന്ന സ്ഥലം എന്നൊക്കെയുള്ള ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അത് വാരാണസിയാണ്. അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു യാത്ര, ഏറ്റവും ലോങ്ങസ്റ്റ് യാത്ര അതായിരുന്നു. അതായത് ഒരു 6 ദിവസം യാത്ര ചെയ്ത് ശീലിച്ച ഞാൻ ആദ്യമായിട്ടൊരു 2 ആഴ്ചത്തേക്ക് പോകുന്ന സ്ഥലം വാരാണസിയായിരുന്നു. വാരാണസിയിൽ ഒറ്റയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് പോകുന്ന 2020-ലാണ്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവിടെ പോയാൽ പോക്കറ്റടിക്കാർ ഉണ്ട്, സേഫ് അല്ല, ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, പറ്റിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പോയവർ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും മോശം കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ഞാൻ എത്തിച്ചേർന്നൊരു സ്ഥലമാണ് വാരാണസി. പക്ഷേ ഏറ്റവും നല്ല മനുഷ്യരെ കൊണ്ടും ഏറ്റവും നല്ല അനുഭവങ്ങളെ കൊണ്ടും സമ്പന്നമായൊരു യാത്രയായിരുന്നു എൻ്റെ വാരാണസിയിലേക്കുള്ള കന്നി യാത്ര എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എന്തോ വാരാണസി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ വാരണാസിയുടെ 1-2 കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ഇപ്പം ശരിക്കും വാരണാസി കാണാനായിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ 3 ദിവസം, ഇപ്പം നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3 ദിവസം കൊണ്ട് യാത്ര തീർക്കാം, 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ടൊക്കെ തീർക്കാം. പക്ഷെ ഗൗരിയുടെ ഒരു ഐറ്റിനറി വെച്ചിട്ട് എത്ര ദിവസം നമ്മൾ വാരണാസി നിൽക്കണം? എന്താണ് ഗൗരിക്ക് തോന്നുന്നത്? ഈ പറഞ്ഞ പോലെ വാരാണസിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടു തീർക്കാനായിട്ട് 3-4 ദിവസം ധാരാളമാണ്. ആദ്യത്തെ ഒരു 1-2 ദിവസം കൊണ്ട് ഗംഗാരതി കണ്ടു തീർക്കുക, ദശാശ്വമേധ് ഘാട്ടിൽ പോവുക, ഭൈരവ ക്ഷേത്രത്തിൽ പോവുക, വിശ്വനാഥ ക്ഷേത്രത്തിൽ പോവുക, നേപ്പാളി ക്ഷേത്രത്തിൽ പോവുക, അവിടുത്തെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളിൽ പോയി പ്രധാനപ്പെട്ട കുറച്ച് ഭക്ഷണങ്ങളും കഴിച്ച് സാരാനാഥ്, ബുദ്ധൻ പ്രഭാഷണം നടത്തിയ സാരാനാഥിൽ പോയിട്ട് തിരിച്ചു വരിക, വേണമെന്നുണ്ടെങ്കിൽ രാംനഗർ ഫോർട്ടിൽ പോവുക. ഇതെല്ലാം കൂടെ ഒരു 3 ദിവസത്തിൽ നമുക്ക് സുന്ദരമായിട്ട് ഒതുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒതുക്കി തീർത്തു കഴിഞ്ഞാൽ വാരാണസി എന്ന് പറഞ്ഞൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പലർക്കും അത് പറയാൻ സാധിക്കണം എന്നില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ 3 ദിവസത്തിൽ ഒതുക്കുന്നവരാണ് തിരിച്ചു വന്നിട്ട് അയ്യോ വാരാണസി ഭയങ്കര വൃത്തിയില്ലാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ വാരാണസി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഈ ഒരു ഐറ്റിനറി വെച്ച് പോയവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. സ്ഥലങ്ങൾ കാണാനും നമ്മൾ ടിക്ക് ചെയ്ത് പോവുക എന്നുള്ള രീതിയിൽ സമീപിക്കേണ്ട ഒരു സ്ഥലമല്ല വാരാണസി. കാരണം വാരാണസി നമ്മൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കാണേണ്ട ഒരു സ്ഥലമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അനുഭവിച്ചിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന് വാരാണസിയുടേതായിട്ടുള്ളൊരു സമയം കൊടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വാരാണസി ഇഷ്ടപ്പെടൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നുന്നത് വാരണാസിയുടെ ആയിട്ടുള്ള ഒരു ഗന്ധം പോലും ഉണ്ട്. അതായത് അവിടെയുള്ള മനുഷ്യരുടെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ അവിടുത്തെ കാറ്റിലുമൊക്കെ ഈ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ അജ്വൈൻ്റെ ഒക്കെ മണം എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ ഒരു മണമുണ്ട് ആ സ്ഥലത്തിന്. അപ്പോൾ അതുമൊക്കെ ആസ്വദിക്കാനായിട്ട് അവിടെ കുറച്ച് ദിവസം നിൽക്കണമെന്നല്ലേ? അല്ലാണ്ട് അത് ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാല് നമ്മള് ഈ അന്ധന്മാര് ആനയെ കാണുന്നൊരു കഥയാണ്, അതേപോലാണ് വാരാണസി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സേതു കണ്ട വാരാണസി ആയിരിക്കില്ല ഞാൻ കണ്ടത്, സത്യം. സേതു ശ്വസിച്ച വായു ആയിരിക്കില്ല ഞാൻ ശ്വസിച്ചത്. കാരണം നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണുന്ന രീതികൾ
ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് പലപ്പോഴും വാരണാസി തോന്നിയിട്ടുള്ളത്. അതല്ലാതെ മണികർണിക ഘാട്ട് അല്ലെങ്കിൽ ഗംഗാരതി ഇങ്ങനൊരു 3-4 ടാഗ് ലൈനുകളിൽ ഒതുക്കേണ്ട ഒരു സ്ഥലമല്ല വാരാണസി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാരാണസി നമ്മളുടെ മുമ്പിൽ ഉള്ളു തുറക്കാനും നമ്മൾ വാരാണസിക്ക് മുമ്പിൽ ഉള്ളു തുറക്കാനുമുള്ള ഒരു സമയവും സ്പേസും നമ്മൾ കൊടുത്താൽ മാത്രമേ വാരാണസി പറഞ്ഞ പോലൊരു മറക്കാനാകാത്ത അനുഭവം എന്നുള്ള രീതിയിലൊക്കെ ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ ഒരു സാവകാശം നമ്മൾ പലപ്പോഴും, ആ ഒരു ഡിസ്കൗണ്ട് ഓഫ് ടൈം നമ്മൾ പലപ്പോഴും വാരാണസിക്ക് കൊടുക്കാറില്ല. ആദ്യത്തെ ഒരു 1-2 ദിവസം ആ സ്ഥലത്തിന്റെ ഈ പറഞ്ഞ പോലെ പ്രോബ്ലി ഒരു നെഗറ്റീവ് ഉള്ള തിരക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൃത്തി, ഇങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. ഈ 3-4 ദിവസം കഴിഞ്ഞ് തിരക്കുകളെല്ലാം ഒഴിഞ്ഞു കഴിയുമ്പോൾ രാവിലത്തെ ഒരു 5 മണിക്ക് അവിടെ കൂടെ ഒരു പ്രഭാത സവാരി നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഗംഗാരതി കഴിഞ്ഞ് രാത്രിയിൽ അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും ഈ സ്ഥലം എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊരു ക്ലിക്ക് കിട്ടുന്നൊരു യുറേക്ക മൊമെന്റ് ഉണ്ടാവുന്നത് ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വാരണാസി കാണാനായിട്ട് ഒരു പ്രത്യേക കാലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും പല സമയത്തും പോകാറുണ്ട്. ഞാൻ ഒരിക്കൽ പോയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു, ഘാട്ടൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞിടക്കുന്ന സമയത്താണ് പോയത്. ആ സമയത്ത് ഈ പറഞ്ഞ വൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നിറച്ച് ഈച്ചയായിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ ഗൗരി ഇത്രയും വാരണാസി അടുത്ത് സ്നേഹിക്കുന്ന ആള്, ഇപ്പൊ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ 2 ദിവസം കഴിഞ്ഞാലും വാരണാസിക്ക് പോകാൻ പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പറയൂ, ഏതാണ് വാരണാസി കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം? നമ്മൾ ആദ്യമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്, നമുക്ക് വീണ്ടും വീണ്ടും വാരാണസി പോകാനുള്ള ഒരു സാഹചര്യം, എല്ലാവർക്കും എപ്പോഴും വാരാണസിയിൽ പോകണം അല്ലെങ്കിൽ യാത്ര ചെയ്യണം എന്നുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ വാരാണസി കാണാനുള്ള ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ശൈത്യകാലമാണ്. അതായത് നവംബർ തൊട്ട് ഏകദേശം ജാനുവരി അവസാനം വരെ വാരാണസി ഭയങ്കര നല്ലതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ദേശാടന കിളികൾ വരും, പിന്നെ മലായിയോ പലങ് തോട് ഇങ്ങനെ കുറെ മധുരപലഹാരങ്ങള്, ശൈത്യകാലത്ത് മാത്രം ഉണ്ടാക്കുന്ന ചില മധുരപലഹാരങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചൂടില്ല, ശൈത്യകാലം ആയതുകൊണ്ട് തന്നെ ഒരു സ്വെറ്ററും ഒക്കെ ഇട്ട് രാവിലെ ഈ ഘാട്ടുകളിൽ പോയി ഇരിക്കാനൊക്കെ വളരെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന തിരക്ക് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നവംബർ അവസാനം പോവുക. ഈ ഡിസംബറിലെ സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിന് മുൻപും നവംബർ അവസാനവും വരെയാണ് ആ ഒരു ബെൽറ്റാണ് വാരണാസി കാണാനുള്ള എന്തുകൊണ്ടും നല്ലൊരു സമയം എന്ന് പറയുന്നത്. അതായത് ഒരു ഫസ്റ്റ് ടൈം വിസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം വാരണാസിയുടെ ആത്മാവ് എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാ തരത്തിലും, ഈ പറഞ്ഞ രുചികളുടെ കാര്യത്തിലാണെങ്കിലും കാഴ്ചകളുടെ കാര്യത്തിലാണെങ്കിലും അറിയാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ആ ഒരു കാലമാണ്. ഞാനേ ഇപ്പോൾ വാരണാസി എനിക്കൊരു ഫേവറേറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചോട്ടെ, പക്ഷേ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം, ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ കാണുന്നത് ഗൗരി പുറത്തുവിട്ടൊരു വീഡിയോയിലാണ്. മുക്തിഭവൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു മണ്ടൻ ചിന്ത അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവില്ലായ്മ വെച്ചിട്ട് ഞാൻ കരുതിയിരുന്നത് അങ്ങനെ ഒരു സ്ഥലമൊക്കെ അവിടെ ഉണ്ടാവും. ഇപ്പം ഈ മരണത്തോട് അടുക്കുന്ന സമയത്ത് വാരണാസിയിൽ വെച്ച് മരിക്കുന്നത് ജനിക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് ഒരു പറച്ചിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിന്റെ പേര് മുക്തിഭവൻ എന്നായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് MT പണ്ട് കഥ എഴുതിപ്പോയപ്പോൾ, നോവൽ എഴുതിപ്പോയപ്പോൾ അദ്ദേഹം എഴുതി വെച്ച വാക്കുകളായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് വേണ്ടി തരുന്ന ഒരാളോ തന്ന് കണ്ടിരിക്കുന്നത്, മുക്തിഭവൻ കാണുന്നത് ഞാൻ ഗൗരിയുടെ വീഡിയോയിൽ നിന്നാണ്. അപ്പോൾ മുക്തിഭവനെ കുറിച്ച് കൂടുതൽ പറയൂ. ആ സ്ഥലം, അത് എങ്ങനെയാണ് ആ സ്ഥലം നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുക്തിഭവൻ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സ്കൂൾ കെട്ടിടം പോലെ ഇരിക്കുന്ന ഒരു കെട്ടിടമാണത്. ഈ പറഞ്ഞ പോലെ പുറമേ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മൾ ഈ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു മുക്തിഭവൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മുക്തിഭവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വന്നത് ഇരുണ്ട ഇടനാഴി, അങ്ങനത്തെയൊക്കെ ചില വിഷ്വൽസ് ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതിന് വിഭിന്നമായിട്ട് ഒരു മഞ്ഞ കളർ പെയിന്റ് ഒക്കെ അടിച്ച ഒരു സാധാരണ ഒരു കെട്ടിടമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ മുക്തിഭവൻ എന്ന് പറയുന്നത്. ഈ മുക്തിഭവനില് ഏകദേശം ആ രജിസ്റ്റർ നോക്കുമ്പോൾ കാണാൻ പറ്റും 15,000-ഓളം മനുഷ്യർ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞു. മുക്തിഭവന്റെ സങ്കല്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവര് അല്ലെങ്കിൽ മരണസമയം അടുക്കാറായി എന്ന് തോന്നുന്ന മനുഷ്യരെ കാശിയിൽ വന്ന് അന്ത്യശ്വാസം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് അവർക്ക് വന്ന് താമസിക്കാനുള്ളൊരു സ്ഥലമാണ് മുക്തിഭവൻ. ആകെയുള്ള ഈടാക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. ഇലക്ട്രിസിറ്റിക്കുള്ള 20 രൂപയാണ് അവർ എടുക്കുന്നത്. എത്ര ദിവസം 2 ആഴ്ച നിൽക്കാം. അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 2 ആഴ്ച നിൽക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകണം. വീണ്ടും നിങ്ങൾക്കൊരു ഊഴം വരുമ്പോൾ നിങ്ങൾക്ക് 2 ആഴ്ച വന്ന് താമസിക്കാം. നിങ്ങളുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും നിൽക്കാം. പാചകം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു മണ്ണെണ്ണ സ്റ്റവും എല്ലാം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ടൊരു പൂജാരി അവിടെ വരും. ഈ പറഞ്ഞ പോലെ ഒരു ബേസിക് ഫെസിലിറ്റി നമുക്ക് എല്ലാ തരത്തിലുള്ള ബേസിക് ഫെസിലിറ്റീസും അവർ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഈ 2 ആഴ്ചക്കകം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വേണ്ട സംസ്കാര ചടങ്ങുകളെല്ലാം അവർ നേതൃത്വം വഹിച്ച് നൽകിക്കോളും. നിങ്ങൾക്ക് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവില് മരണപ്പെടുന്നതിന് മുൻപായിട്ട് ഗംഗാജലം ഇറ്റിച്ചു തരും, താരകാമന്ത്രം ഉരുവിടും. ഇങ്ങനെ ഒരു വ്യക്തിയെ മുക്തിയിലേക്ക് നയിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് മുക്തിഭവൻ എന്ന് പറയുന്നത്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. കെയർ ടേക്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെ 10-85 വയസ്സുള്ള ഒരാളാണ്. അപ്പം എനിക്കവിടെ പോയപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഒരു മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു ഇരുട്ടും ഒരു ഗ്രീഫും ഒരു ഗ്ലൂമും എല്ലാം ഉണ്ട്. അതിനെല്ലാം വിപരീതമായിട്ട് മരണത്തെ വളരെ പോസിറ്റീവായിട്ട്, അതായത് ജീവിതത്തോളം തന്നെ സ്വാഭാവികമായൊരു കാര്യമാണ് മരണം എന്നുള്ള രീതിയിൽ സമീപിക്കുന്ന കുറേ മനുഷ്യർ, അവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ പോലെ മരണം കാത്ത് നിൽക്കുന്നവരാണ്. നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ, ഇദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കാശിയിൽ എനിക്ക് മരിക്കാൻ ഭയമാണ്, കാരണം മുക്തി കിട്ടി പിന്നെ എനിക്ക് ജനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം അത്രയും നാൾ കാശിയിൽ ജീവിച്ച ഈ മനുഷ്യൻ മരണസമയമായപ്പോൾ കാശിയിൽ നിന്ന് പോയി. അതായത് ആ കാശിയുടെ റേഡിയസിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് ഇദ്ദേഹം മരണപ്പെട്ടത്. കാരണം ഇദ്ദേഹത്തിന് ഇനിയും മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഇനിയും ജന്മങ്ങൾ വേണമെന്ന് അദ്ദേഹത്തിന് അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. മുക്തി വേണ്ട. പക്ഷെ അത് ഒരു എക്സെപ്ഷൻ ആണ്. ഒരുവിധപ്പെട്ട മനുഷ്യർക്കെല്ലാം അവരാഗ്രഹിക്കുന്നത് ഈ സംസാര സാഗരത്തിൽ നിന്നുള്ള മുക്തിയാണ്. അവർക്ക് ഇനി വേണ്ട, മനുഷ്യജന്മം വേണ്ട, മനുഷ്യജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ വേണ്ട. അങ്ങനെയുള്ള ഈ പറയുന്ന സിംഹഭാഗം മനുഷ്യരാണ് അവിടെ വന്ന് താമസിച്ച് മരണത്തെ കാത്തു കിടക്കുന്നത്. ഈ നമ്മള് വാരണാസിയെ കുറിച്ച് സംസാരിച്ചല്ലേ, എനിക്ക് തോന്നുന്നത് ഞാനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഗൗരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് വാരണാസിക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മള് ഈ മാത്സ് പഠിച്ച ഒരാൾക്ക് ഈ ചരിത്രം ഇത്രത്തോളം ഇഷ്ടമാകാനും ചരിത്രത്തിന്റെ പിന്നാലെ പോകാനായിട്ടുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയില്ല, അതെങ്ങനെയുണ്ടായത്? എങ്ങനെയാണ് ചരിത്രത്തിന്റെ പിന്നാലെ ചരിത്രം പഠിക്കാന്നൊക്കെ വിചാരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചരിത്രമാണ്. കാരണം അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവില് എഴുതപ്പെട്ടൊരു കാര്യമാണത്. അതെങ്ങനെ വേണമെങ്കിൽ വളയ്ക്കാം, ഒടിക്കാം, ഏത് റൂട്ടിൽ കൂടെ വേണമെങ്കിലും പോവാം, പലതും വേണമെങ്കിൽ ഒഴിവാക്കാം. എന്താണോ നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ, അത് അന്ന് ജീവിച്ച ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ എഴുതിയ വ്യക്തിയുടെ അല്ലെങ്കിൽ അവിടെ ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണോ അതാണ് ചരിത്രം. ഈ ചരിത്രത്തെ ബാക്ക് ചെയ്യാൻ ആകെ സഹായിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പുരാവസ്തു ഗവേഷണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആർക്കിയോളജി, അതെല്ലാമാണ് ഇതിനെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഇത് തിരുത്തപ്പെടാം. ഇതുവരെ പഠിച്ചതെല്ലാം തിരുത്തുന്ന ഒരു മൊമെന്റിലോട്ട് എത്തിക്കാനായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സ്കോപ്പും കെൽപ്പും ഈ കഥയ്ക്കുണ്ട്. ചരിത്രം എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അതൊരു കഥ തന്നെയാണ്. അപ്പം എൻ്റെ അച്ഛൻ പണ്ട് തൊട്ടേ ഈ പറഞ്ഞ പോലെ വായനയിലെല്ലാം താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ചരിത്രം വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം കൂടുതലും പണ്ട് തൊട്ടേ ഞാൻ കണ്ടുകൊണ്ടിരുന്ന എല്ലാം നാഷണൽ ജിയോഗ്രഫിക് ചാനലിൻ്റെ ഡോക്യുമെൻ്ററീസ്, ഹിസ്റ്ററി ഡോക്യുമെൻ്ററീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ചരിത്രത്തോട് വല്ലാത്തൊരു താല്പര്യം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അമ്മ കണക്കധ്യാപികയാണ്, അപ്പം അതങ്ങനെയാണ് കണക്ക് കൂടെ കൂടിയത്. അപ്പം ഈ പറഞ്ഞ പോലെ കണക്കിനേക്കാൾ ഒരു പടി ഇഷ്ടക്കൂടുതൽ എന്തുകൊണ്ടും ചരിത്രത്തോടുണ്ട്. കാരണം എന്തുകൊണ്ടോ എനിക്കിത് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ചെല്ലുമ്പോഴോ ഞാൻ അനുഭവിക്കുന്ന ഒരു ത്രില്ലെന്ന് പറയുന്നത് ഇത് എനിക്ക് വാക്കുകളാൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ട് ഗൗരിയുടെ ഒരു 4 ഡയറി ഉണ്ട്, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കംപ്ലീറ്റ് കാണുമ്പോൾ കിട്ടുന്നൊരു ഹൈ അല്ലെ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിപ്പെടുന്നത്. അതും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ചെയ്തു പറഞ്ഞ പോലെ എനിക്ക് ചരിത്രം, അതായത് പഴയ സ്ഥലങ്ങളോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഇവിടെ നടക്കുമ്പോഴൊക്കെ എന്റെ തലയിൽ കൂടി പോകുന്ന ഭഗവാനെ ആരൊക്കെ നടന്ന വഴികളായിരിക്കും, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വേറെ ഒരുപാട് ജീവിതങ്ങൾ ആ ഒരു പോയിന്റിൽ ആ ഒരു സ്ഥലത്ത് ഒരുപാട് ജീവിതങ്ങളുടെ ഒരു മൊണ്ടാഷാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ത്രില്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഭയങ്കര വിലപ്പെട്ടതാണ് എനിക്ക്. ഇപ്പൊ അച്ഛനെ കുറിച്ച് പറഞ്ഞോണ്ടേ, അച്ഛനെ കുറിച്ച് എല്ലാ കാലവും ഗൗരി വളരെ കാര്യമായിട്ട് സംസാരിക്കാറുണ്ട്. അച്ഛന്റെ ചെല്ലക്കുട്ടിയാണെന്ന് പറയാറുണ്ട്, അച്ഛന്റെ അച്ഛന്റെ ചങ്കാണെന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, അച്ഛന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഗൗരി എഴുതിക്കണമെന്നോ? എനിക്ക് തോന്നുന്നു അച്ഛൻ പോകുന്നതിന് മുന്നേയും ഗൗരി എഴുതിയത് കണ്ടിട്ടുണ്ട് അച്ഛൻ, അല്ലേ? അങ്ങനെ ഇല്ല, ഞാൻ എഴുതുമായിരുന്നു എങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിലോട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടില്ലായിരുന്നു. അതായത്
എനിക്ക് വന്ന അവസരങ്ങളെല്ലാം തന്നെ എന്നെ തേടി വന്നതാണ്. ഒരു നിയോഗം പോലെ എന്നിൽ എത്തിച്ചേർന്നതാണ്. അതെൻ്റെ അച്ഛൻ്റെ മരണശേഷം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സംഭവിക്കുകയായിരുന്നു. അച്ഛൻ അതിന് മുൻപ് പൊതുവെ ഇച്ചിരി മടിയുള്ള ആളാണ് ഞാൻ. അപ്പൊ അന്ന് അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയടാ എഴുതണം, ഇത് നീ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതണം എന്നൊക്കെ അച്ഛൻ. കാര്യം ഓരോ സ്ഥലം കണ്ടിട്ട് ഞാൻ അച്ഛനെ വിളിക്കുമോ അല്ലെങ്കിൽ നേരിട്ട് വരുമ്പോൾ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും സ്ഥലത്തെക്കുറിച്ച്. അച്ഛൻ നീ എന്താ ഇതൊന്നും എഴുതാത്തെ എന്ന്. കാരണം അച്ഛൻ ഒരു പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്, കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്ത പഞ്ചഗ്രാമം എന്ന്. അച്ഛൻ്റെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ. പിന്നീട് അച്ഛന് ജോലി തിരക്കുകളായിട്ട് അച്ഛനെ എഴുതാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അച്ഛന് ഞാൻ എഴുതി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ അത് പിന്നാട്ടെ എന്നുള്ളൊരു പക്ഷക്കാരിയായിരുന്നു ഞാൻ. അന്ന് എനിക്ക് പേജും ഒന്നുമില്ല. പിന്നീട് അച്ഛൻ്റെ മരണശേഷം ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ, ഏതൊക്കെ അവസരങ്ങൾ വന്നിട്ടുണ്ടോ, ഞാൻ അത് കളഞ്ഞിട്ടില്ല. ഞാനതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു നിയോഗം പോലെ കണ്ട് ഞാൻ മുമ്പോട്ട് പോയി. അപ്പം എൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നതും ഇത് കാണാൻ ഈ വ്യക്തി ഇല്ലല്ലോ, ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഈ വ്യക്തി ഇല്ലല്ലോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ഏതൊരു അവസരം വരുമ്പോഴും. അല്ല, ഗൗരി മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഗൗരി പറഞ്ഞിട്ടുണ്ട്, അതായത് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. അതിപ്പോൾ നമ്മൾ ഈ സൺഡേ സപ്ലിമെൻ്റ് ഒക്കെ നോക്കുമ്പോഴേക്കും എൻ ഗൗരി എന്ന് പറഞ്ഞ് കാണുമ്പോൾ ഞാൻ പേഴ്സണലി അനുഭവിക്കുന്ന ഒരു കിക്കുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ, നമുക്ക് പരിചയമുള്ള ഒരാൾ, അയാളാണല്ലോ എഴുതിയിരിക്കുന്ന. അപ്പോൾ ഞാൻ അത് കാണുമ്പോഴും ഞാനിപ്പോൾ ആക്ച്വലി അച്ഛനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്. അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പണ്ടൊന്ന് ഗൗരി എവിടെയോ പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഏതൊരു കാര്യം എഴുതി വന്നാലും ഞാൻ ആദ്യത്തെ ഒരു കോപ്പി ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ടേ ഞാൻ പോലും അത് വായിക്കാനിരിക്കാറുള്ളൂ, പബ്ലിഷ് ചെയ്തൊരു കാര്യം. കാരണം എനിക്ക് എവിടെയോ ഒരു തോന്നലാണ്, ഈ പറഞ്ഞ പോലെ അത് ഈ ഗ്രീവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ തോന്നലായിരിക്കാം. അതായത് പുറമേ നിന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പൊട്ടത്തരമായിട്ട് തോന്നായിരിക്കും. അതായത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ വ്യക്തി എന്നെ പ്രൊട്ടക്ട് ചെയ്തതിൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. നമ്മളൊരു ഗാർഡിയൻ ഏഞ്ചൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അച്ഛൻ എവിടെയോ എനിക്ക് വേണ്ടി ആഗ്രഹിച്ച അച്ഛൻ്റെ മോഹങ്ങളാണ് എങ്ങനെയൊക്കെയോ കോൺസ്പയർ ചെയ്ത് സംഭവിക്കുന്നത്. കാര്യം ഞാൻ പൊതുവെ ഈ വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള ആളാണ്. വലിയ സ്വപ്നങ്ങളൊന്നും കാണുന്ന ആളല്ല ഞാൻ. പൊതുവെ എൻ്റെ ഒരു റൂട്ട് അങ്ങനെയാണ്. യു ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ ഒരുപാട് ചിന്തിച്ച് കുഴയുന്നത് എന്ന് ഉള്ള ഒരാളാണ്. പക്ഷെ എന്നെ വെച്ച് എൻ്റെ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എഴുതണം എന്നുള്ളത് അച്ഛന് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാം തേടി വന്നത് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ മരണശേഷമാണ്. വീഡിയോകളും ചെയ്തു തുടങ്ങിയത് അല്ലേ? അതെ, അതൊരു കോപ്പിംഗ് മെക്കാനിസം പോലെ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അച്ഛൻ ഇല്ല എന്ന് ഉള്ള സത്യം ഞാൻ അറിയുമ്പോഴും അച്ഛൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അച്ഛൻ എന്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛൻ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരളയിൽ അച്ഛൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് ആയിട്ടാണ് അച്ഛൻ റിട്ടയർ ചെയ്തത്. അച്ഛൻ റിട്ടയർ ചെയ്തത് കോഴിക്കോട് നിന്നാണ്. അച്ഛൻ ആലപ്പുഴയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിരുന്നു 11 വർഷത്തോളം. അച്ഛൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ഇതിപ്പോ അച്ഛന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പൊ മാക്സിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മേനെ കാണിക്കുന്ന ഒരു വീഡിയോ ഗൗരി ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയായിട്ടൊന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട്, അമ്മയായിട്ടുള്ള ഔട്ടിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആണ് ആ വീഡിയോ ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഇപ്പൊ ഗൗരി അമ്മയും കൂടി ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്മയുടെ സന്തോഷമാണ് അതിൻ്റെ അത് കമന്റ്സ് ഒക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയൂ, ആ ഒരാളുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ടെൻഷനായിരിക്കും. ഇപ്പൊ എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലതരം ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു മറുപടികളും നമ്മൾ യാത്ര പോകാന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ ടെൻഷനും അതൊക്കെ എങ്ങനെ പോകുന്നു? ഒരാളുടെ ജേർണി അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അത് നമുക്ക് പരിപൂർണമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള സന്തോഷം. കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്ന അമ്മ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അമ്മ മാത്തമാറ്റിക്സ്, ബിഷമൂർ കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. അമ്മയ്ക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സ്പേസും ഉണ്ടായിട്ട് പോലും എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അമ്മ പക്ഷേ ഈ പറഞ്ഞ പോലെ അമ്മയുടെ കുടുംബം ഇല്ലാതെ അമ്മ ഒരു ഭക്ഷണം പോലും കഴിക്കില്ല, അമ്മ എങ്ങും പോയില്ല, അമ്മ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പൊ അച്ഛൻ തന്നെ പറയും, അമ്മ ഇപ്പൊ PhD ചെയ്യുന്ന സമയത്ത് അമ്മ തിരുനെൽവേലിയിൽ പോകുമ്പോൾ അച്ഛൻ പറയും നീ ഒന്ന് കറങ്ങിയിട്ട് വാന്ന് പറയും. അമ്മ അടുത്ത ബസ്സിന് അമ്മ വീട്ടിൽ കാണും. അമ്മയ്ക്ക് എല്ലാവരും ഉണ്ടെങ്കിലേ അമ്മയ്ക്ക് സന്തോഷമുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഒട്ടും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു ഐഡിയ ആണ് എന്തിനാണ് ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഇത് പ്രോസസ്സ് ചെയ്യാതെ തന്നെ അമ്മ അതിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എങ്ങനെ കൊടുക്കാം എന്നുള്ളത് അമ്മ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതേപോലെ യാത്ര ഒരിക്കലും എൻ്റെ അമ്മയ്ക്കൊരു നെസസിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ യാത്ര ചെയ്യുന്ന കണ്ടിട്ട് ഇപ്പൊ അമ്മ മോഹങ്ങളൊക്കെ പറയും, എടി എനിക്ക് ഇവിടെ പോകണം, എടി എനിക്ക് അവിടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഓരോ സ്ഥലത്തും ഞാൻ അമ്മയെ കൊണ്ടുപോകുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഈ വ്യക്തിയുടെ വാതായനങ്ങൾ തുറക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം അമ്മ കണ്ടീഷൻഡായി വളർന്ന ഒരു വ്യക്തിയാണ്. അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ വളരെ കൺവെൻഷണൽ ആയിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ വളരെ കണ്ടീഷൻഡായിട്ട് ശീലിച്ചൊരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെ പുതിയൊരു രീതിയിൽ ലോകത്തെ കാണാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ കയ്യിലെ രക്ഷകളെല്ലാം അമ്മ കെട്ടിത്തരുന്നതാണ്. ടെൻഷൻ ഉണ്ട് അമ്മയ്ക്ക്. പക്ഷെ അതിനെല്ലാം അപ്പുറം അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സേഫ് റിട്ടേണിന് വേണ്ടി അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മധ്യസ്ഥം പറയുന്ന ആളാണ് അമ്മ. എനിക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ഞാൻ ദൈവത്തോട് നേരിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് പറയും, അമ്മേ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറയും. കാരണം അമ്മ പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നെനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പം അമ്മയുടെ പ്രാർത്ഥനകളും അമ്മയുടെ വിശ്വാസവും എല്ലാം എൻ്റെ കൂടെ ഉള്ളത് എനിക്കൊരു വലിയ ശക്തിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ യാത്രകൾക്കിടയിലും ഒരുപാട് ഞെട്ടിച്ച മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ തന്നെ അവരുടെ പെരുമാറ്റം കൊണ്ടും അതേപോലെ അവർ ചിലപ്പോൾ തരുന്നൊരു ചിരിയായിരിക്കും. അങ്ങനെ ഞെട്ടിച്ച് ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരുപാട്. അതായത് അത് ഒന്നോ രണ്ടോ എന്ന് നമുക്ക് ചുരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻറ്ററാക്ഷൻസ് അല്ല. ഈ ലോകം എത്ര കൈൻഡാണ് എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാക്കിയ ഒരു പ്രോസസ്സാണ് എൻ്റെ ഓരോ യാത്രയും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഔട്ട് ഓഫ് ദ വേ നമ്മളെ സഹായിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും എല്ലാം ഈ പറഞ്ഞ പോലെ അജ്ഞാതരായിട്ടുള്ള മനുഷ്യർ, നമ്മുടെ പേരോ നമുക്ക് അവരുടെ പേരോ ഒന്നും അറിയില്ല, പക്ഷെ എന്നെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വണ്ടി കേടാകുമ്പോൾ സഹായിച്ചവരുണ്ട്, വീട്ടിൽ ഇൻവൈറ്റ് ചെയ്ത് ഭക്ഷണം തന്നവരുണ്ട്. ഒരു തവണ എനിക്ക് നെറ്റ്വർക്ക് ഒന്നുമില്ല, എനിക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, എൻ്റെ ഭക്ഷണത്തിനുള്ള പണം കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യാതൊരു വിധത്തിലുള്ള പരിചയമോ ഒന്നുമില്ലാതെ ഈ വ്യക്തിയുടെ ഒരു യാത്ര അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ദിവസം എങ്ങനെ സുഗമമാക്കാം എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരെ എനിക്ക് അറിയാം. അത് തന്നെയാണ് യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം എവിടെ ആണെങ്കിലും, അതിപ്പം ഇന്ത്യയിലാണെങ്കിലും ശരി, പുറമേ ആണെങ്കിലും ശരി, എല്ലായിടത്തും നല്ല മനുഷ്യരുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് യാത്രയിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഗൗരിയോട് ചോദിക്കുകയാണ്. ഗൗരി അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും, എത്രത്തോളം സേഫാണ് ഒരു മനുഷ്യന് സോളോ ട്രാവൽ എന്നുള്ളത്. അപ്പോൾ സോളോ ട്രാവലിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെ കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോളോ ട്രാവലിന് ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടുകാർക്കായിരിക്കും ചെറിയ ടെൻഷൻ. എത്രത്തോളം സേഫാണ് ഒരാൾക്ക് സോളോ ട്രാവൽ? നമ്മുടെ ഈ പറയുമ്പോൾ വളരെ തമാശയായിട്ട് തോന്നാം. അതായത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കഷ്ടകാലത്തിന് നമുക്ക് സംഭവിക്കാനുള്ള ഒരു കാര്യം അത് ഇവിടാണെങ്കിലും സംഭവിക്കും, അമേരിക്കയിലാണെങ്കിലും സംഭവിക്കും, നേപ്പാളിലാണെങ്കിലും സംഭവിക്കും, വാരാണസിയിലാണെങ്കിലും സംഭവിക്കും. അത് നമ്മുടെ സമയം പോലെ ഇരിക്കും. വീട്ടിലിരുന്നാലും നമുക്ക് കിട്ടാനുള്ള പണി കിട്ടും. അപ്പോൾ യാത്ര പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി എന്നുള്ള രീതിയിൽ അതിനെ കാണണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഒരിക്കലും പറയില്ല സോളോ ട്രാവൽ പോയി കഴിഞ്ഞാൽ എല്ലാം സ്മൂത്ത് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സോളോ ട്രാവൽ എന്ന് പറഞ്ഞാലല്ല, ഏതൊരു യാത്രയ്ക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് പറയുമ്പോഴും എൻ്റെ ബാഗിൽ പെപ്പർ സ്പ്രേയും സ്വിസ് നൈഫും എല്ലാം കൊണ്ടായിരിക്കും ഞാൻ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആസ് എ മനുഷ്യൻ അല്ലെങ്കിൽ സ്പെസിഫിക്കലി ആസ് എ വുമൺ നമ്മൾ എടുക്കേണ്ട കുറേ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തേ പറ്റൂ. കാരണം ഈ ലോകത്തുള്ള എല്ലാവരും നല്ലവരാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് മൂഢതമാണ്. എല്ലാത്തിലും നല്ലതുകൊണ്ട് മോശമുണ്ട്, അതേപോലെ നല്ലവരും ഉണ്ട്, മോശപ്പെട്ടവരുണ്ട്. മോശപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്, അത് ഞാൻ ഉറപ്പിച്ചു പറയും. കൂടുതലും ഉള്ളത് നല്ലവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ലോകം മോശമാണെന്നുള്ളൊരു തിയറി വെച്ച് യാത്ര ചെയ്യാതിരിക്കണം എന്ന് പറയുന്നത് നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല. വീട്ടിനകത്തിരുന്നാൽ നമുക്ക് ഒരിക്കലും ഈ ലോകം എത്ര വിശാലമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ എത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എത്ര മണിവരെ രാത്രി നമുക്ക് നിൽക്കാം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ ബാങ്കോക്കിൽ നമുക്ക് രാത്രി 1 മണിക്ക് നിൽക്കുന്ന പോലെ നമ്മൾ ഗോരഖ്പൂരിൽ 1 മണിക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകാൻ വരെ ആൾക്കാർ ചിലപ്പം കാണും. അപ്പം എവിടെ എങ്ങനെ എത്ര മണിവരെ നിൽക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു കോമൺ സെൻസ്, ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് നിങ്ങൾക്ക് വേണം. അത് കിട്ടാനും യാത്ര അത്യാവശ്യമാണ്. കാരണം യാത്രയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകൂ ആ സ്ഥലത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്.
അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഓഡീഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ലേ പെട്ടെന്ന് അങ്ങ് അഭിനയിക്കാൻ പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ യാത്ര ചെയ്ത് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യം. തീർച്ചയായിട്ടും. അതേപോലെ ഞാൻ പറയും, ഈ പറഞ്ഞ പോലെ നമ്മള് ആദ്യമേ കയറി ഈ തലകുത്തി നമ്മളൊരു 15 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് എന്ന് പറഞ്ഞ് പിടിക്കാതെ ആദ്യം ചെറിയ ചെറിയ യാത്രകൾക്ക് പോകും. കാരണം എല്ലാവർക്കും ചിലപ്പം ഇഷ്ടപ്പെടണം എന്നില്ല സോളോ ട്രാവൽ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന പോലെ തന്നെ സോളോ ട്രാവലിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാലോ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഞാൻ തന്നെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ചിന്തിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണോ ഇതെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ടൊരു 3-4 ദിവസത്തേക്ക് ഒരു ചെറിയ യാത്രയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം തീരുമാനിക്കാം നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നറിയാനായിട്ട് ആ ഒരു ചെറിയ യാത്രയ്ക്ക് പോയതിന് ശേഷം വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനേ ഞാൻ പറയൂ. ഇപ്പം ഈ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ യാത്ര പോയാണ് നമ്മൾ പലതും പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. യാത്ര പോകുന്നതിന് മുന്നേ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭോപ്പാലിലൊക്കെ ദുരന്തം നടന്ന സൈറ്റിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കും ഗൗരിയാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് അപ്രൂവലും കാര്യങ്ങളും ഒക്കെ കിട്ടില്ല, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ഓർത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ഗൗരി ആദ്യമേ നടത്തുന്ന പ്രിപ്പറേഷൻ എന്തൊക്കെയായിരിക്കും? എൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി എൻ്റെ കയ്യിൽ കാണും. എന്നിട്ട് ഇത് കൂടാതെ ഞാനൊരു 4-5 ദിവസം ഒരു ബഫർ ടൈമും കൂടെ കൊടുക്കും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കും നമ്മൾ പുതിയൊരു കാര്യം കാണുന്നത്, അതിനായിട്ട് മാറ്റി വെക്കാനായിട്ട് ഒരു 3-4 ദിവസം കൂടെ ഞാൻ കരുതും. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഒരു ഐറ്റിനറിയുടെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ ഒരു സ്ഥലത്ത് ഇപ്പം ഭോപ്പാൽ ട്രാജഡി നടന്ന സ്ഥലത്ത് പോവുക എന്നുള്ളത് എൻ്റെ ഒരു 8ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ മോഹമാണ്. അപ്പം ആ സ്ഥലം കാണുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മധ്യപ്രദേശിലേക്ക് ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ തലയിൽ ആദ്യം പോയത് ഇവിടെ എങ്ങനെ പോകാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഇത് ഇങ്ങനൊരു വൊളറ്റൈൽ ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എന്തായാലും വിനോദസഞ്ചാര കേന്ദ്രമൊന്നും ആയിരിക്കില്ല, നമുക്കതിന് പെർമിഷൻ വേണ്ടി വരുന്നുള്ളൂ. അപ്പം അവിടുത്തെ പോലീസ് കമ്മീഷണറുടെ പെർമിഷൻ എടുക്കേണ്ടി വന്നു. അപ്പം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഭ്രാന്ത് പിടിച്ച പോലെ റിസർച്ച് ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നടത്തും. എനിക്ക് ഭയങ്കര ഹൈ ആണ്. പുറമേ നിന്ന് കാണുമ്പോൾ ചിലപ്പം ഭ്രാന്തായിട്ട് തോന്നും. പക്ഷെ ഞാൻ കുത്തിയിരുന്ന് നെറ്റിൽ നോക്കും, പുസ്തകങ്ങൾ ഇതിനെ വെച്ച് നോക്കും, ഇങ്ങനെ കുറേ പരിപാടികൾ ചെയ്യാറുണ്ട്. അങ്ങനെ ആണ് ആ ഒരു അപ്പം ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി അവസാനം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് മുഴുവൻ ഈ സ്ഥലത്തെ വെച്ച് മാത്രമാവും. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാഗ്രാം എനിക്കതങ്ങ് ഫെസിലിറ്റേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ പല മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് റിസർച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഐറ്റിനറി ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ പെർമിഷൻ നേരത്തെ പറഞ്ഞ പോലെ പെർമിഷൻ വേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് തന്നെ ഞാനത് ചോദിച്ചു വെക്കും. ഇപ്പൊ മുക്തിഭവന് പെർമിഷൻ വേണം, എല്ലാവർക്കും പോകാൻ പറ്റില്ല. നമ്മൾ വ്യക്തമായിട്ട് ഇതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് പോയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റൂ, അല്ലെങ്കിൽ ഗേറ്റിന് പുറത്തുനിന്ന് കണ്ടിട്ട് വരാനേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഈ പെർമിഷൻ വേണ്ട സ്ഥലങ്ങൾ, ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവായ സ്ഥലങ്ങൾ, ഇത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ ഒരു സോൺ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഞാൻ ആദ്യമേ ചെയ്തിരിക്കും. അതിനുശേഷം ആ സ്ഥലത്തെത്തും, മനുഷ്യരുമായിട്ട് സംസാരിക്കും, ഇവർ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു തരും. അപ്പം ഇതും ഈ ഒരു ബഫർ ടൈമിലോട്ട് കയറ്റി വെക്കും. അങ്ങനെയാണ് ഒരു സ്ഥലം കാണുന്നതിൻ്റെ ഒരു പ്ലാനിങ് നടക്കുന്നത്. പിന്നെ കൃത്യമായിട്ട് ടിക്കറ്റുകൾ ഇന്ന പോയിന്റ് A to പോയിന്റ് Bയിലോട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ഇതെല്ലാം ബുക്ക്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യും, എന്താണെങ്കിലും ചിലപ്പോൾ പ്ലാൻസ് ഫ്ലെക്സിബിൾ ആകും. ഇതെല്ലാം അവിടെ സൈഡിൽ കിടക്കും. എന്നാലും വ്യക്തമായ ആദ്യത്തെ ഒരു ഔട്ട്ലൈൻ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് മാത്രമേ ഞാൻ യാത്ര ചെയ്യത്തുള്ളൂ. ഇതിപ്പോ മുക്തിഭവന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആലോചിക്കുന്നത്, ഇപ്പോൾ വാരണാസിയിലുള്ള പല അഖാഡകളിലേക്കും നമുക്ക് നേരിട്ട് അങ്ങനെ വന്നിട്ട് നെഞ്ചും വിരിച്ച് എന്നൊക്കെ ഏറ്റുവിടില്ല. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് അപ്രൂവൽസ് ഒക്കെ വേണ്ടി വന്നിരിക്കാം. ഒന്നും വേണ്ടി വരില്ലേ അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നെന്തോ? അത് ഈ പറഞ്ഞ പോലെ ഇവിടെയാണ് വ്യക്തിബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ തവണയും വാരണാസി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ തുളസി ഘാട്ടില് രാവിലെ അപ്പം എൻ്റെ മനസ്സിലെ വാരാണസിയിൽ ഞാൻ എന്തെങ്കിലും കാണണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഈ അഖാഡകൾ എന്ന് പറയുന്നത്. കാരണം സത്യജിത് റേയുടെ അപൂർ ട്രിലോജി എന്നും പറഞ്ഞ സിനിമകളുണ്ട്. പഥേർ പാഞ്ജലി, അപരാജിതോ, അപൂർ സംസ്കാർ. ഇതിലെ അപരാജിതോയുടെ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് തന്നെ വാരാണസിയാണ്. ഈ വാരാണസിയിലെ മുഖദാർ എന്ന് പറഞ്ഞ ഈ ഗത പോലത്തെ സംഭവം ഒരു ഫയൽവാൻ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്നതാണ് വൺ ഓഫ് ദ ഓപ്പണിംഗ് ഷോട്ട്സ്. ഇത് കണ്ട കാലം തൊട്ട് എനിക്കൊന്ന് 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അച്ഛൻ DVD പ്ലെയർ കൊണ്ടുവന്നിട്ട് ആദ്യം മേടിച്ച DVDകളിലൊന്നാണ്. ഇത് കണ്ട കാലം തൊട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അഖാഡ കാണണം, വാരാണസിയിൽ എന്തെങ്കിലും പോകുന്നെങ്കിൽ ഞാൻ അഖാഡ. അപ്പം ഞാൻ തപ്പി തുരുതുരോന്നും പറഞ്ഞ ആളുകളോട് ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുക.
അപ്പൊ ഇവർക്കൊന്നും അറിയില്ല എവിടാണ് അഖാഡ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ഒരാൾ പറഞ്ഞു തുളസി ഘാട്ടിന്റെ അടുത്താണ് ഉള്ളത്. കാരണം തുളസി ഘാട്ട് എന്ന് പറഞ്ഞാൽ തുളസീദാസ് കവി രാമചരിതമാനസത്തിന്റെ വീടൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഹനുമാൻ ഭക്തര് ഈ അഖാഡയ്ക്ക് കൂടുതലും അവര് വേർഷിപ്പ് ചെയ്യുന്ന ദൈവം എന്ന് പറയുന്നത് കൂടുതലും ഹനുമാനാണ്. അപ്പോൾ ആ പരിസരത്ത് കാണാൻ സാധ്യതയുണ്ട്. കൃത്യമായ അഡ്രസ്സോ പേരോ എനിക്കറിയില്ല, പക്ഷെ അവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്നുള്ളൊരു ഒറ്റ ലീഡ് വെച്ച് ഞാൻ രാവിലെ ഒരു 6-6:30 ഞാൻ പുറപ്പെട്ടു. അപ്പം ഞാൻ കാണുന്ന ഒരു 10-70 വയസ്സുള്ളൊരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ മുഖദാറും ഒക്കെ ചുഴറ്റി ലങ്കോട്ടിയൊക്കെ ഇട്ട് ആൾ നിൽക്കുകയാണ്. ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അപ്പം ഗോപാൽജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുള്ളി ഒരു സീനിയർ ഫയൽവാനാണ്. അപ്പം സംസാരിച്ചു ഇദ്ദേഹത്തോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പതുക്കെ പറഞ്ഞു എനിക്കൊന്ന് നിങ്ങളുടെ കസർത്ത് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ കാണാലോ, അടുത്ത ദിവസം രാവിലെ വരും. കാരണം അപ്പോഴത്തേക്ക് അവരുടെ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ വരും എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ ഈ മനുഷ്യൻ്റെ ഒരൊറ്റ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ തുളസി ഘാട്ടിൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ കുറേ ട്രസ്റ്റും ഫെയ്ത്തും എല്ലാം ഇൻവോൾവ് ആണ്. ഈ മനുഷ്യൻ ഓക്കെ ആയിരിക്കും എന്നുള്ള ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിലാണ് ഞാൻ അടുത്ത ദിവസം പോകുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സിനിമയുടെ മൊണ്ടാഷൊക്കെ കാണുന്ന പോലെ രാവിലെ ഈ മണ്ണിൽ ഇവർ പ്രത്യേകം തയ്യാറാക്കിയ മണ്ണാണ്, പാലും മഞ്ഞളും ഒക്കെ കുഴച്ചെടുക്കുന്ന മണ്ണാണ്, ഐ മീൻ മിക്സ് ചെയ്ത് വെക്കുന്ന മണ്ണാണ്. ഇതിൽ പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാം കസരത്ത് ചെയ്യുന്നു. ഗുരുജി എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ട്രെയിനറുണ്ട്. ഇദ്ദേഹം നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കടുകണ്ണ കൊണ്ട് ജൂനിയർ ശിഷ്യന്മാർ മസാജ് ചെയ്യുന്നു. അപ്പോൾ വളരെ ലൈവായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ ആ രാവിലെ കാണുന്നത്. കൊച്ചു കുട്ടികളുണ്ട്, 2 ദിവസത്തിന് മുമ്പ് എൻറോൾ ചെയ്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പം വളരെ നമ്മൾ പറയില്ല ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടുപോകുന്ന കുറേ മനുഷ്യർ. അല്ലാതെ നമുക്ക് ഇന്ന പോലൊരു ബോഡി വേണം, അങ്ങനത്തെ ബോഡി ഗോൾസോ അങ്ങനൊന്നുമല്ല. പകരം ഈ അഖാഡ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന കുറേ ഞാൻ ഭൂമിയിലുണ്ടോ അത്രയും നാൾ ഞാൻ ഇത് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കാണുന്ന മനുഷ്യർ. അതെനിക്കൊരു ഭയങ്കര അനുഭവം. അങ്ങനെയാണ് ഞാൻ ഈ അഖാഡയിൽ ചെന്ന് പെട്ടത്. പിന്നീട് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ എനിക്ക് പേജ് കാര്യമായിട്ട് വളർന്നു. അപ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ഇതേ ഗോപാൽജിയുടെ അടുത്താണ് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തോട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും. അതിനെന്താ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാനിത് ചെയ്തിട്ട് ഞാൻ ആദ്യം അയച്ചു കൊടുത്തതും അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പം ഇപ്പോൾ അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും ഞാനും ഗോപാൽജിയും തമ്മിൽ എല്ലാ തവണ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണാറുണ്ട്. അപ്പം ഇദ്ദേഹം നമ്മുടെ നാട്ടിലെ ചിപ്സ് ഞാൻ കൊടുക്കാറുണ്ട്. വെണ്ണ ചിപ്സ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് അത് കൊടുക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടെ ലോലാർകുണ്ട് എന്ന് പറഞ്ഞ അവിടെ ഒരു അമ്പലമുണ്ട്. ഇദ്ദേഹം രാവിലെ ഈ അമ്പലത്തിൽ പോകും. അപ്പൊ ഇദ്ദേഹം അവിടെ എന്നെയും കൊണ്ടുപോയിട്ട് അവിടെ ഒരു പൂജ ചെയ്ത് എനിക്ക് പ്രസാദമൊക്കെ തരും. അപ്പൊ ഇതൊരു റുട്ടീനായിട്ട് എല്ലാ തവണയും ഒരു വിസിറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ചില ബന്ധങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ചില എക്സംഷൻസ് നടന്നു പോകുന്നത്. മനസ്സിലായി. അല്ല, നമ്മളങ്ങനെ വെറുതെ കയറി ചെന്നിട്ട് അവർ സമ്മതിക്കില്ല. ആക്ച്വലി കാണാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് കാണാൻ പോലും സമ്മതിക്കില്ല. അവർക്ക് ഈ ഒരു സ്നേഹബന്ധവും അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനവും തിരിച്ച് അദ്ദേഹം തരുന്ന ഒരു ബഹുമാനവും ഒക്കെ ഇതിന്റെ അകത്ത് ഉണ്ടെന്ന്. അവർക്ക് പ്രധാനമായിട്ടുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെ ലോകം ഇതിനെ കാണും എന്നുള്ളത് അവർക്ക് ഒരു സംശയമാണ്. അതായത് പുച്ഛിക്കപ്പെടുമോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളരെ നെഗറ്റീവായിട്ട് ഇതിനെ പോർട്രേ ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് കാണുന്ന ഒരാളുടെ മുമ്പിൽ അവർ ഓപ്പൺ അപ്പ് ചെയ്യാൻ ഒരല്പം മടിക്കുന്നത്. സ്വാഭാവികമായിട്ടും വാരാണസിയെ വെച്ച് ഒരുപാട് മുൻവിധികളുണ്ടെന്ന് ആളുകൾക്കറിയാം. അഖാഡ സംസ്കാരത്തെക്കുറിച്ച് മുൻവിധികളുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ മുൻവിധികൾക്ക് പാത്രമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത്. നിങ്ങളൊരു സേഫ് സ്പേസ് ആണ് എന്ന് അവർക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ അത്രയും സ്നേഹമുള്ള മനുഷ്യർ വേറെ ഇല്ലാന്ന് ഞാൻ പറയും. വളരെ വളരെ ഈ ഫുൾ ഓഫ് ലൈഫായിട്ടുള്ള കുറേ മനുഷ്യനാണ് വാരണാസിയിലുള്ളത്. അത് അറിയാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ പ്രിപ്പറേഷൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ ഈ പോയി വീഡിയോ എടുക്കുന്ന കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് എപ്പോഴെങ്കിലും ചെന്നിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു, പക്ഷെ ഇത് ഇടണ്ട എന്ന് തീരുമാനിച്ച വിഷ്വൽസ് ഉണ്ടാവുകയില്ല? അതായത് ഒരുപാടുണ്ട്. ആണോ? എങ്ങനത്തെ ആയിരിക്കാം? ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയാം സെൻസേഷണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബ്രോത്തലുകൾ അവിടെ പോയപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ക്യാമറ എടുക്കുക എന്നുള്ളതല്ല ഞാൻ ആദ്യം ചെയ്ത കാര്യം. കാരണം ഇത് ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളൊരു ഫാക്ടർ വെച്ചാണ് ഒരുവിധപ്പെട്ട മനുഷ്യരെല്ലാം അവിടെ വരുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം ഇവർക്കുണ്ട്. അതായത് ഇവരുടെ കഥ അറിയുക എന്നുള്ളതല്ല, പകരം വേറൊരു രീതിയിൽ ഇതിനെ കാണിക്കാനായിട്ടും സെൻസേഷണലൈസ് ചെയ്യാനും ഒക്കെയാണ് പലരും വരുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരെ ഒട്ടും കംഫർട്ടബിൾ അല്ല ക്യാമറയ്ക്ക് മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യമായിട്ട് പോലും എൻ്റെ ഉള്ളിൽ വന്നില്ല ഞാൻ ക്യാമറ എടുത്തോട്ടെ എന്നുള്ളത്. ഞാൻ ഇവരോട് സംസാരിച്ചു.
ഇവരുമായിട്ട് സമയം ചെലവഴിച്ചു. അതിനപ്പുറം ഒരു ക്യാമറ എടുത്തൊരു വ്യക്തിയുടെ മുമ്പിൽ വെക്കണം എന്നെനിക്ക് ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെയാണോ അതോ? ഇന്ത്യയിൽ തന്നെ, കാമാത്തിപുരയാണെങ്കിലും ഞാൻ ഒരിക്കൽ പോലും ഞാനൊരു വിഷ്വൽ അവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് മോർ ദാൻ കണ്ടന്റ് അല്ലെങ്കിൽ കഥ എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം ഈ കഥയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് മനുഷ്യരാണ് എന്നൊരു തിരിച്ചറിവും നമുക്ക് പ്രൈമറി ആയിട്ട് വേണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടന്റിലോട്ട് വരേണ്ടതും കഥയിലോട്ട് വരേണ്ടതും എല്ലാം. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചോയ്സുകളുണ്ട്. ഇവരെ ഒബ്ജക്റ്റുകളല്ല, ഇവർ മനുഷ്യരാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാൾ കംഫർട്ടബിൾ ആണോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് എല്ലാം വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ട് കടക്കാമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും ഇപ്പോൾ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്താണ് ഒരു കാര്യം ഞാൻ പറയുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പ്രയർ പെർമിഷൻ എടുക്കാതെ ഞാൻ ഒരിക്കലും എൻ്റെ ക്യാമറ ഞാൻ എടുത്തിട്ടില്ല. അതൊരു ഔചിത്യമാണ്, അതിനപ്പുറം വേറെ ഒന്നുമല്ല. അതൊരു കോമൺ സെൻസ് ആണ്. ആ പൊതുബോധം നമുക്ക് വേണം. അവിടെ നമ്മൾ ഒരു 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 കണ്ടന്റ് അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ എനിക്ക് ഉറപ്പാണ് എനിക്കിത് പ്രോപ്പറായിട്ട് വ്യൂസ് കിട്ടും എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം ഇത് മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ക്യാമറ എടുക്കാൻ തോന്നുന്നില്ല. ആ ഒരു ഔചിത്യം നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഭക്ഷണത്തിലേക്കും ചരിത്രത്തിലേക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചരിത്രം ഗൗരിക്ക് എത്രത്തോളം ഇഷ്ടമാണ് അത്രയും തന്നെ ഇഷ്ടമാണ് ഭക്ഷണത്തോട്. അപ്പം ഞാൻ ഗൗരിയെ ഇത്ര നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഒരു അതിൻ്റെ ഒരു ബ്രാഞ്ചസ് കൊണ്ടുണ്ടെങ്കിൽ സ്വീറ്റ്സിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ എന്തായിരിക്കും എനിക്കങ്ങനെ തോന്നാൻ, ഐ മീൻ എന്തായിരിക്കും ഗൗരിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ, സ്വീറ്റ്സിനോട് കൂടുതൽ ഇഷ്ടമുണ്ടോ? ഞാൻ പൊതുവേ പുളിയുടെ എരിവിൻ്റെ ആളാണ്. പക്ഷെ എൻ്റെ അച്ഛനൊരു മധുരപ്രിയനായിരുന്നു. അപ്പോൾ പണ്ട് തൊട്ട് അച്ഛൻ ഷുഗർ ഉണ്ടായിരുന്നു. അച്ഛൻ അപ്പോൾ എല്ലാ തവണയും ചെയ്യുന്നത് എനിക്ക് വേണ്ടി വാങ്ങാന്നുള്ള രീതിയിൽ അച്ഛൻ വാങ്ങി വെക്കും. അപ്പോൾ ഈ ശീലമുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മധുരം, ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വീറ്റ്സ് ഏതാണെന്ന് തപ്പിപ്പോകുന്നൊരു പരിപാടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതെനിക്ക് മധുരം പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടല്ല, എനിക്ക് പെട്ടെന്ന് മടുക്കുന്ന കൂട്ടത്തിലാണ് മധുരം, എനിക്ക് ചെടിക്കും പെട്ടെന്ന്. പക്ഷേ ആ സ്ഥലത്ത് മധുരം ഈ മധുരം വളരെ ഫേമസ് ആണ് എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്തെ അറിയുന്ന ഭാഗമായിട്ട് നിന്ന് രുചിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പോകാറുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ നോക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഇടുന്ന റീൽസ് എല്ലാം കൂടുതലും മധുരങ്ങളുടെയാണ്. ഐസ്ക്രീമാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു മധുരം എന്ന് പറയാവുന്നത്. ഐസ്ക്രീമും ചോക്ലേറ്റ്സും ആണ്. അല്ലാതെ എനിക്ക് കൂടുതൽ ഈ മത്ത് പിടിപ്പിക്കുന്ന മധുരമുള്ള കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മധുരം ഫോക്കസ്ഡ് ആയി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും മധുരപ്രിയരാണ്, ഞാൻ ഒഴികെ. അപ്പോൾ ഇവർക്ക് വാങ്ങാനായിട്ട് ഞാൻ അവിടെ കയറും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം വാരണാസി ചെന്ന് കഴിഞ്ഞാൽ മലായിയോ കഴിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. അപ്പം ആ ഒരു നമ്മൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കരുതിയിട്ടാണ് ഞാൻ ഈ മധുരം തേടി ഇറങ്ങാറുള്ളത്. അല്ലാതെ പേഴ്സണലി ഞാനൊരു മധുരപ്രിയയല്ല. ഇപ്പം ഞാനിപ്പോൾ നമ്മളിങ്ങനെ വൃത്തിയുടെ കാര്യവും മലായിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഗലികളിലേക്കുള്ളൊരു വിഷ്വൽ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറാഠ വാലി ഗലി ഡൽഹിയിൽ നമുക്ക് ഒട്ടും വൃത്തിയില്ലാന്ന് തോന്നുന്ന സ്ഥലമാണ്. പക്ഷേ ഒരുപാട് പേരവിടെ ഭക്ഷണം കഴിക്കുന്നു. ലക്ഷങ്ങളുടെ തന്നെ കച്ചവടം തന്നെ ഓരോ കടയിലൂടെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. ഈ പറഞ്ഞ പോലെയാണ് വാരണാസിയിലെ ഗലികളുടെ കാര്യവും. അപ്പോൾ കുറച്ച് വൃത്തി കുറവാണ് എന്ന് വെച്ച് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല എന്ന് കരുതുന്ന ടേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? വൃത്തി കുറവാണ് പക്ഷേ വാരാണസിയാണോ അതോ എല്ലായിടത്തും മൊത്തത്തിൽ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊൽക്കത്തയില് ഡാക്കേഴ്സ് ലെയിൻ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. അത് മുൻപ് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് സെയിലേഴ്സ് വന്ന് തമ്പടിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയാണ്, ഒരു ഇടവഴിയാണ്. ഇപ്പം ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആളുകളാണ് ആ വഴി പോകുന്നത്. സർക്കാർ ഓഫീസിലോട്ട് പോകുന്ന ആളുകൾ അവരുടെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണവും എല്ലാം വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാനായിട്ട് പോകുന്ന ഒരു ഇടവഴിയാണിത്. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ കടകളാണ് ഇങ്ങനെ നിരന്നിരിക്കും. അതായത് ചോല റൈസ്, പുലാവ്, മറ്റേത് മറിച്ചത് എല്ലാം എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തൊട്ട് താഴെ ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെ വെതറിയിരിക്കും. ഈ ബ്ലീച്ചിങ് പൗഡർ താഴെ എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ട. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഭക്ഷണം എന്ന് പറയുന്നത് അവിടെ ചിത്തോട് ബാബു കി ദുക്കാൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഈ ചിത്തോട് ബാബു അവിടെ നല്ലൊരു ചിക്കൻ സ്റ്റൂവും ബ്രെഡും കൊടുക്കും. അത് നമ്മുടെ കേരളത്തിലെ ചിക്കൻ സ്റ്റൂ പോലെ ഭയങ്കര റിച്ച് ഒന്നുമല്ല, കുറച്ച് ഈ നേർത്ത ഗ്രേവിയാ. കിഴങ്ങും ക്യാരറ്റും ചിക്കനും കൂടിയിട്ട് ഒരു ഗ്രേവിയാ, നല്ലപോലെ കുരുമുളക് ചേർത്ത ഒരു ഗ്രേവിയാ. അതും ഈ ടോസ്റ്റഡ് ബ്രെഡും കൂടെ കിട്ടും. സേതു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാവരും കഴിച്ചിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള രുചികളിൽ ഒന്നാണ് ഈ ചിത്തോട് ബാബുവിൻ്റെ. ഈ കൊൽക്കത്ത അങ്ങനൊരു നഗരം, അതായത് രുചി കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച് കളയും. പക്ഷെ ഈ പറഞ്ഞ പോലെ വൃത്തി അല്പം ബാക്ക് സീറ്റ്,
എടുക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് മോർ ദാൻ ഈ പറഞ്ഞ പോലെ ഡൽഹിയിലെ രുചികളെക്കാട്ടിൽ എനിക്ക് ഒരുപടി ഇഷ്ടക്കൂടുതൽ എനിക്ക് കൊൽക്കത്തയിലെ രുചികളോടുണ്ട്. കാരണം അവര് ഭക്ഷണത്തിനെ എത്ര സീരിയസ് ആയിട്ട് കാണുന്ന മനുഷ്യരാണ്. കൊൽക്കത്തയിൽ നമ്മൾ ബംഗാളികളുടെ ഒരു ഷെൽഫ് നോക്കിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ബംഗാളി സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ ഷെൽഫ് നോക്കിയാൽ കാണും, ഇവർക്ക് ഹജം ഷെൽഫ് എന്ന് പറഞ്ഞൊരു ഷെൽഫ് കാണും. അതായത് ഈ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ആണത്. ഹജ്മോള, അത് ഇവർക്ക് ഈ ഹസം ദുക്കാനുകളുണ്ട്. ഈ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളാണ്. അപ്പൊ ഇവർ ഈ ഡപ്പക്കണക്കിന് ഇത് മേടിച്ചു വയ്ക്കും. കാരണം ഇവർ ഈ ഹെവി ഡ്യൂട്ടിയാണ് അവരുടെ വയറെടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മീല് കഴിയുമ്പോൾ ഇവരിത് കഴിക്കും. അടുത്ത സെക്കൻഡ് നമ്മൾ അവരോട് ചോദിക്കാം, നമുക്ക് ഇന്ന അടുത്ത് പോയി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബംഗാളിയാണ്. അപ്പം അവളെ എനിക്കറിയാം. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിക്കുകയാണ്, സുർമ നമുക്ക് ഇന്നടത്ത് പോയാലോ? പോവാം. അവളവിടെ ആ വയറ് നിറഞ്ഞോ അല്ലെങ്കിൽ അതൊക്കെ സെക്കൻഡറി ആണ്. ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് അവളുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറയില്ല. അപ്പം ബംഗാളികൾ അങ്ങനെ ഭക്ഷണത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ഭക്ഷണത്തെ ക്രിട്ടിസൈസ് ചെയ്ത് കാണുന്ന ആൾക്കാരായതുകൊണ്ടും അളന്നു മുറിച്ചെല്ലാം നോക്കി കഴിക്കുന്ന വ്യക്തികളായതുകൊണ്ടും ഫ്ലേവേഴ്സിന് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടും കൊൽക്കത്തയിലെ ഫുഡ് സീൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ്, വേറെ ലീഗാണ്. ഓശോ അത് ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സ്ഥലമാണ്. ഏതോ ഒരു വളരെ വൈറലായിട്ടുള്ള ഒരു കച്ചോരി കട ഉണ്ടായിരുന്നല്ലോ, വൃത്തിയില്ലാന്നൊരു ഇങ്ങനത്തെ ആളുകളിലാണ് ഫോക്കസ് പോകുന്നത്. പക്ഷെ അങ്ങനെ അല്ല. 250 വർഷം പഴക്കമുള്ള കടകൾ വരെ കൊൽക്കത്തയിലുണ്ട്. ഈ പറഞ്ഞ ചായ എന്ന് പറയുന്നൊരു സംസ്കാരം ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. ഈ അഡ്ഡകൾ കൂടുക. അപ്പോൾ ഈ ഞാൻ പറയുന്ന വൃത്തി എന്നുള്ളൊരു കാര്യം സൈഡിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണം എന്നുള്ളൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊൽക്കത്തയ്ക്കാണ് പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. പിന്നെ നേരത്തെ പറഞ്ഞാൽ അഡ്ഡ എന്ന് പറഞ്ഞ വൈകുന്നേരങ്ങളിൽ പോയിരുന്ന അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പോയിരുന്ന സംസാരിക്കാനും അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും അഡ്ഡകളും ഉണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും അതൊരു ഭയങ്കര നമ്മള് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സംസാരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഗൗരി മനസ്സിൽ കരുതുന്നൊരു സ്ഥലം ഉണ്ടാവും, എല്ലാവരും ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ പോകണം, കാരണം ആ സ്ഥലം അത്രയ്ക്ക് സ്പെഷ്യൽ ആണെന്ന് കരുതുന്നൊരു സ്ഥലം ഉണ്ടാവും? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാരണാസിയാണ്. ഞാന് സത്യം പറഞ്ഞാല് എനിക്ക് തന്നെ തോന്നും വാരണാസി പറഞ്ഞ് കേൾക്കുന്നവർക്ക് മടുപ്പായി തുടങ്ങിയോന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമുക്ക് റിയാലിറ്റി മാറ്റാൻ പറ്റില്ലല്ലോ, എനിക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ പറയും, ഒരു വ്യക്തി ജീവിച്ച് മരിക്കുന്നതിനിടയിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും പോയിരിക്കണം എന്നുള്ളൊരു സ്ഥലമുണ്ടെങ്കിൽ അത് വാരണാസി തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മളെ അത് മാറ്റിമറിക്കും ആസ് എ ഹ്യൂമൻ. നിങ്ങൾ വാരണാസിയിൽ, അതായത് വാരണാസിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊന്ന് ഉപേക്ഷിക്കണം എന്നൊക്കെ പണ്ടത്തെ ഒരു വിശ്വാസമുണ്ട്. ഇഷ്ടമുള്ളൊരു ഭക്ഷണമോ അല്ലെങ്കിൽ മുടി ചിലർ മുറിച്ചിട്ട് വരും, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പം അതിനെ ഒരു ലിറ്ററൽ സെൻസിൽ എടുക്കാതെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചില ചിന്തകളോ അല്ലെങ്കിൽ ചില സ്വഭാവങ്ങളോ ഒക്കെ നമ്മൾ പോലും അറിയാതെ വാരണാസിയിൽ നിന്ന് വരുമ്പോൾ മാറും. ഒരുപക്ഷെ അതായിരിക്കാം ഈ ലിറ്ററൽ സെൻസിൽ ഒന്ന് കളഞ്ഞിട്ട് വരിക എന്നുള്ളൊരു രീതിയിൽ പിന്നീട് മാറിയത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോകത്തെ കാണുന്നൊരു രീതിയും നമ്മളെ കാണുന്ന രീതിയും എല്ലാം മാറ്റിമറിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ് മരണം ആഗ്രഹിച്ച് കിടക്കുന്ന മനുഷ്യർ, മുക്തി അതായത് നമുക്ക് അറിയത്തുപോലും ഇല്ല. ഈ മുക്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് സത്യം പറഞ്ഞാൽ, അല്ലേ? നമുക്കത് ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു സംഭവം അല്ല. അത് കിട്ടിയെന്ന് പറഞ്ഞാലും വന്നിട്ടില്ലല്ലോ, അല്ലേ? അപ്പോ ആ ഒരു ഒരു സങ്കല്പത്തിൽ ഒബ്സസ്ഡ് ആയിട്ടാണ് അവിടെ കുറെ മനുഷ്യർ ജീവിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മരണവും ജീവിതവും എല്ലാം ഇങ്ങനെ പാരലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ തവണ വാരണാസിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പുതിയത് എനിക്ക് വാരണാസിയിൽ നിന്ന് കിട്ടിയിട്ടാണ് ഞാൻ വരാറുള്ളത്. ഇപ്പോൾ യാത്രകളുടെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും നമ്മൾ ചില നാടുകളെ കുറിച്ച് നമുക്ക് വളരെ മോശം ധാരണകൾ ഉണ്ടാവും. ഇപ്പോൾ ചില നാടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, ചിലപ്പോൾ നമ്മുടെ ജാതി ചോദിച്ചിട്ട് അവർ ക്ലാസിഫൈ ചെയ്ത് നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന നാടുകളുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മളുടെ കളർ കണ്ടവർ മാറ്റി അങ്ങനെ പിടിച്ചു പറിക്കാരുണ്ടാവാം. പക്ഷേ ഇതൊന്നും അല്ല ആ നാട് എന്ന് തോന്നിയ ഒരു നാടും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാൻ തോന്നുന്നു. എനിക്ക് നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ നാടിന് നന്മകൾ മാത്രം വരട്ടെ, അതായത് ഈ നാട് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ളൊരു നാട്
അതിൻ്റെ പൊട്ടൻഷ്യൽ എത്തിച്ചേരുന്നില്ലല്ലോ ഈ പറഞ്ഞ പ്രജുഡിസുകൾ കാരണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള ഒരു നാടാണ് ബീഹാർ. നമ്മൾ ഇന്ത്യയിൽ റേസിസം അനുഭവിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് ബീഹാരികളാണ്. അതായത് കളിയാക്കിയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് പറയും അവൻ ബീഹാരിയാ എന്ന് പറയും. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഞാൻ എവിടെയോ വായിച്ചൊരു കോട്ടാണ്, അതായത് ഇന്ത്യക്കാർ ലോകത്തിന് എന്താണോ അതാണ് ബീഹാരികൾ ഇന്ത്യക്കാർക്കെന്ന് പറഞ്ഞൊരു കാര്യം. അത്രയധികം റേസിസമാണ് നമ്മുടെ നാട്ടിൽ. അതായത് നമ്മുടെ അതേ ജിയോഗ്രഫിക്കൽ ബെൽറ്റിലുള്ള ഒരു സംസ്ഥാനം അനുഭവിക്കുന്നത്. നമ്മൾ പോലും അറിയാണ്ട് അവനെ മാറ്റി നിർത്തും തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള, അതായത് ഞാൻ ബീഹാറിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ എതിർപ്പായിരുന്നു എൻ്റെ കൂട്ടുകാർക്കിടയിലും എല്ലാം. അതായത് ഈ പറഞ്ഞ പോലെ പിടിച്ചുപറിയുണ്ട്, അവർ കള്ളന്മാരാണ്, പറ്റിക്കുന്നവരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കൈൻഡ്നെസ് അറിഞ്ഞിട്ടുള്ള നാടുകളിലൊന്നാണ് ബീഹാർ. അതായത് ഞാൻ ഒരു മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ നളന്ദയിൽ പോയ സമയത്ത് ഞാനൊരു അമ്മുമ്മയെ പരിചയപ്പെട്ടു. വഴിയിൽ കണ്ട ഒരു സ്ത്രീയായിരുന്നു. ഇവരുമായിട്ട് ഞാൻ സംസാരിച്ച് നിൽക്കേ ഇവരുടെ കയ്യിലാകെ ഒരു കച്ചോറിയുണ്ട്, ഒരു ലിട്ടിയുണ്ട്. ഈ ലിട്ടി അവര് മുറിച്ച് അവരെനിക്ക് തന്നു. അപ്പൊ ഞാൻ ഇത് കഴിക്കാനുള്ളതല്ലേ, ഇത് പകുതി എനിക്കുണ്ടല്ലോ. അവരുടെ ഉച്ചഭക്ഷണമാണത്. ലിട്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉണ്ടല്ലോ. അതെ, അത്രേ ഉള്ളൂ. ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത് എൻ്റെ കയ്യിലുള്ളൊരു ബിസ്ക്കറ്റും ഒക്കെ ഞാൻ കൊടുത്തിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യരാണ്. അതൊന്ന്. രണ്ട്, ഇത്രയധികം, അതായത് നമ്മൾ ഒരു ഗവേണൻസ് കൊണ്ട് തകർന്നു പോയൊരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത്. ഭരണം മാറി മാറി വരുന്ന ഭരണങ്ങളൊന്നും തന്നെ ബീഹാറിന് വേണ്ടി പ്രവർത്തിച്ച ആരും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റിൽ ഒരുപാട് ബാക്ക് സീറ്റ് ബീഹാറിന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ജാതീയത ഭയങ്കരമായിട്ടുണ്ട് ബീഹാറിൽ. ഈ പറഞ്ഞ തൊട്ടുകൂടാഴികയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ താഴ്ന്ന ജാതിക്കാർ, ദളിതരും എല്ലാം അനുഭവിക്കുന്നുണ്ട് ഇന്നും. പക്ഷെ ഇതിനെല്ലാം അപ്പുറം ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത്. ബീഹാർ ഒരു കാലത്ത്, അതായത് ഈ ബുദ്ധിസം എല്ലാം നിലനിന്ന കാലത്ത് ഇന്ത്യയിലെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന ഒരു സ്ഥലമായിരുന്നു ബീഹാർ എന്ന് പറയുന്നത്. ആ ബീഹാർ ഇത്രയധികം കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ബീഹാറിനാണ് ഇങ്ങനൊരു കോൺട്രാസ്റ്റിൽ ഇത്രയധികം മോശം രീതിയിൽ പുറമേ ചിത്രീകരിക്കപ്പെടുന്നതും ബീഹാറിനുള്ളിൽ തന്നെ ഒരുപാട് ജാതീയതയും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാ അസമത്വങ്ങളും എല്ലാം അനുഭവിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ബീഹാറിൽ. ബീഹാറിൽ തിരിച്ചു വരാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ ഭഗവാൻ, ഇത്രയും നല്ലൊരു സ്ഥലം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്താൻ പറ്റുന്നില്ലല്ലോ. ഈ മനുഷ്യർക്ക് ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം. ബീഹാറികൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അവർ നാട് വിട്ടേ പറ്റൂ. അവരുടെ നാട്ടിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് വളരെ സങ്കടകരമായൊരു റിയാലിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്, അതായത് ബീഹാറികൾ വളരെ ക്രൂരന്മാരാണെന്നും ഒക്കെ കഥകൾ, അങ്ങനെ ഒരുപാട് കഥകൾ ഇവരെ പറ്റി ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ട് ഒത്തിരി സ്റ്റീരിയോ ടൈപ്സ് ഉള്ളൊരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലവരും മോശപ്പെട്ടവരും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾക്ക് അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്സ് ഉള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറഞ്ഞത്. ഇന്ത്യ എന്നൊരു നാടിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണത്. നോർത്ത് ഈസ്റ്റുകാരെ വേറൊരു സെറ്റായിട്ട് കാണുന്നു. ബംഗാളികളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാലാജാദു ചെയ്യുന്നവരാണെന്ന് പറയും, ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരാണെന്ന് പറയും. മലയാളി ആണുങ്ങൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പറയും. അപ്പം ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പുകൾ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും പോകുമ്പോൾ നമുക്ക് അവർക്കുണ്ട്. നമ്മളെ പറ്റിയാണെങ്കിലും ഉണ്ട്, നമുക്ക് അവരെ പറ്റിയാണെങ്കിലും ഉണ്ട്. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കാര്യത്തിൽ തന്നെ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികളെല്ലാം നമ്മളൊരു ബ്രാക്കറ്റഡ് ടേം ആയിട്ട് ബംഗാളികൾ എന്നാണ് വിളിക്കുന്നത്. ഇവര് ജാർഖണ്ഡിൽ നിന്ന് വരുന്നവരാണ്, ബീഹാറിൽ നിന്ന് വന്നവരാണ്, ആസാമിൽ നിന്ന് വന്നവരാണ്, നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവരെല്ലാം കൂടെ ബംഗാളികളെന്ന് വിളിക്കുന്ന തന്നെ റേസിസമാണ്. ഇത്രയും പ്രബുദ്ധരായ മലയാളികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ റേസിസവും ഈ റീജിയണലിസവും എല്ലാം എന്ന് മാറുമോ അന്നേ നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഗുണം പിടിക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഗൗരി. സംസാരിക്കാൻ കഴിഞ്ഞതെന്ന് പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ മിസ്ഫിറ്റ്സിന് ഇങ്ങനെ ഒരു എപ്പിസോഡ് എടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന വാരണാസിയെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. യാത്രകൾ തുടരട്ടെ എന്നുള്ളതാണ് വീണ്ടും ആശംസിക്കാൻ. താങ്ക് യു സോ മച്ച്.